നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ആഴ്ചകളിൽ എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിലും കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കറണ്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് 19,610 19,610 താഴത്തേക്ക് ഈ നിഫ്റ്റി ഹോൾഡ് ചെയ്തപ്പോൾ നിഫ്റ്റിയിലും ട്രെൻഡ് നെഗറ്റീവ് ആണ്. സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ 19,200 300 നമ്മളിപ്പോൾ പറയുന്ന ഒരു ഏരിയ അല്ല. മുൻപത്തെ ആഴ്ച മുതൽ തന്നെ നമ്മളത് സൂചിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ, മുൻപത്തെ ആഴ്ചയിലെ വീഡിയോസും ഒക്കെ നമ്മൾ നൽകിയിരിക്കുന്ന വീഡിയോസ് എടുത്ത് നോക്കുക. ഈ ഒരു ഏരിയയിലായാലും നമ്മൾ സൂചിപ്പിച്ചത്, ഈ ഒരു ഏരിയയിൽ ഷോർട്ട് സെല്ലേഴ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ഒരു ഏരിയ എന്നായാലും ഷോർട്ട് സെല്ലേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഇൻട്രാഡേയിൽ മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ഏരിയ എന്നായാലും ബൗൺസ് ചെയ്യും. ഇപ്പൊ മാർക്കറ്റ് ആയാലും ഇവിടെ നിന്നൊരു ബൗൺസ് ചെയ്തതിന് ശേഷമല്ല നമ്മളത് പറയുന്നത്, ഇതിനെക്കാട്ടി മുൻപേ തന്നെ നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുമെന്ന്. അപ്പൊ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു ബൗൺസ് ഈ ലെവലിൽ നടന്നിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ എപ്പോഴും മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താലാണ് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു മൂവ്മെന്റിന്റെ ഒരു ട്രാപ്പിൽ വിട്ടുപോകാതിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലായാലും എക്സ്പയറി ഡേയിലായാലും വലിയൊരു നെഗറ്റീവ് സെന്റിമെന്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനാണ് സാധ്യത. മുകളിലേക്ക് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആയാലും സിറ്റുവേഷൻ ആയാലും നിഫ്റ്റി ബൈയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന 19,412 ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ബൈയിലാണ്, ഷോർട്ട് ടൈം ബൈയിലാണ്. നമുക്കൊരു ലോങ് ടൈം ബൈസിന്റെ മുകളിലേക്ക് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. 19,412 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ 19,505, 19,600 ഈ ഒരു റേഞ്ച് വരെ മുകളിലേക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു മൂവ്മെന്റ് ആയാലും ചിലപ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റിലായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു ലെവലുകൾ അച്ചീവ് ചെയ്യുന്നത്. മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ലെവലുകളൊക്കെ അച്ചീവ് ചെയ്യുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ട്രെൻഡ് മനസ്സിലാക്കിയാലാണ് കൃത്യമായിട്ടൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാർക്കറ്റിനെ എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിന്റെ കറന്റ് ഒരു സെന്റിമെന്റിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ നിലനിൽക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു, ഒരുപാട് ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ നിലനിർത്തി. പക്ഷെ നമുക്കൊരു ട്രേഡർ ആകുമ്പോൾ ഏത് ഏരിയയിലാണ് ഇത് കൺസോൾട്ടേഷൻ നിലനിൽക്കാനായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതേ രീതിയിൽ നമുക്കൊരു ട്രേഡുകൾ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യും, ഇവിടുന്ന് ഒരു ഫാൾ വരും, ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യും, ഇവിടുന്ന് ഒരു ഫാൾ വരും എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും മാർക്കറ്റിനെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നവർക്കാണ് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് കാര്യങ്ങൾ നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റിയിലായാലും ഷോർട്ട് ടൈം ബൈയിലേക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇത് 19,300 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിലനിന്ന് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് ഫെയിലിയർ ആവും. അപ്പോൾ ഇതിന് വേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 19,300 ആണ് ഇപ്പോഴത്തെ ഒരു ബൈ സെന്റിമെന്റ് ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. നമുക്ക് നിഫ്റ്റിനെ ഇപ്പോൾ വരും ദിവസമല്ലേ ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് ഇൻട്രാഡേയിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അറിയണം. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു ട്രെൻഡ് പോസിറ്റീവ് സെന്റിമെന്റിലാണ്, ഷോർട്ട് ടൈം പോസിറ്റീവ് ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു 19,300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു സെന്റിമെന്റ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കൃത്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് മാർക്കറ്റ് ആ ഒരു ഫാൾ വന്നപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നത് സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഹയർ ലെവലിൽ നിന്നൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിൽ ഒരു പോസിറ്റീവ് ആണ്. പക്ഷെ ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലായാലും റിവേഴ്സ് ആകാം. പക്ഷെ നമുക്ക് ഏതൊരു ലെവലിന്റെ താഴത്തേക്ക് പോയാൽ ഇത് റിവേഴ്സ് ആകും എന്നൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് ഇന്റർണൽ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കമ്മോഡിറ്റി പോസ്റ്റ് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 19,275. മാത്രമല്ല നമ്മൾ സൂചിപ്പിച്ച ഒരു ഫാൾസ് ഒരു ബ്രേക്ക് ഔട്ടിന് ഒരു സാധ്യതയുണ്ട്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഓപ്പണിംഗ് ക്യാനിൽ തന്നെ നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു, മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമുക്കൊരു ചെറിയൊരു റിസ്കിൽ തന്നെ നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് എക്സ്ട്രാ സ്ട്രോങ് മൂവ്മെന്റ് ആണ് നമ്മളത് പല വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല 19,305 റെസിസ്റ്റൻസും മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ നമുക്കായാലും ഈ ഒരു ഏരിയയിലായാലും നമുക്കൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഇല്ല. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളുടെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് 19,360 റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. 360ന്റെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ഇതിനൊരു മുകളിലേക്കൊക്കെ ബൗൺസ് ചെയ്തതിന് ശേഷമായാലും മാർക്കറ്റിന്റെ ആയാലും നിഫ്റ്റിയുടെ ആയാലും ഒരു അപ്പ് മൂവ്മെന്റ് ശ്രദ്ധിക്കാം. ഇപ്പൊ എപ്പോഴും ആ ഒരു പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിങ്ങും അതിനനുസരിച്ച് മാർക്കറ്റിൽ ആക്ട് ചെയ്യേണ്ട രീതിയും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ മാർക്കറ്റിൽ ആ ഒരു ട്രാപ്പിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വലിയൊരു ഫാള് വരുന്ന ഒരു സമയത്തായാലും പലരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് വീണ്ടും വലിയൊരു ഫാള് മാർക്കറ്റിൽ വരും, വലിയൊരു താഴത്തേക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബൈ മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ തുടക്കത്തിലുള്ള ഒരു ബൈ മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മാർക്കറ്റിലെ വലിയൊരു താഴത്തേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ ഷോർട്ട് സെൽ പൊസിഷനും PE പൊസിഷനും ഒക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് വരുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി അവർക്കത് മിസ്സാകും. അപ്പൊ എപ്പോഴും മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നവർക്കാണ് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് മാർക്കറ്റിൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്കാണ് നമുക്ക് ആ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ്, ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യും. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് തവണ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു മൊമെന്റ് നമുക്കത് എങ്ങനെ ക്യാച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലെവലിൽ 19,425 സപ്പോർട്ട് കാണുന്നത്. അതായത് ഞാൻ ഇവിടെയാണ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു ബൈ സിഗ്നലിലാണ്. ഇപ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് 19,400ന്റെ താഴത്തേക്ക് പോയാലും 400ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈസെന്റിയലാണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ് 19,400 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇൻ കേസ് 400ന്റെ താഴെയാണെങ്കിലും 400ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ബൈസെന്റിയലിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 425ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സ്ട്രോങ് ആണ്. അതിനുശേഷമായാലും അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 19,448 അടുത്ത റെസിസ്റ്റൻസ് വരുന്നുണ്ട്. മാർക്കറ്റ് ഒരു ബൈ സെന്റിമെന്റ് ആയാലും തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്. 19,448 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനുശേഷമായാലും 19,510 റെസിസ്റ്റൻസ് ആണ്. 510 റെസിസ്റ്റൻസ് ആണ്. 19,535 റെസിസ്റ്റൻസ് ആണ്. 19,560 റെസിസ്റ്റൻസ് ആണ്. 19,600 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഹയർ ലെവലിലേക്ക് ആയാലും തൊട്ടടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഏരിയകൾ ഉണ്ട്. ഇതിനനുസരിച്ച് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേ രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. മാർക്കറ്റ് ഇൻ കേസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണെങ്കിലും
പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇൻ കേസ് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിൻ്റെ ഒരു താഴത്തേക്ക് നിലനിൽക്കണം. ഇൻ കേസ് 19,535 മുകളിലേക്ക് ബൗൺസ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ 19,535 മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി 19,510 താഴെ 510 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രെൻഡ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്നായാലും ബാങ്ക് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് ഒരു ബൗൺസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആയാലും 44,000 ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് തിരിച്ച് ഹോൾഡ് ചെയ്താൽ വീണ്ടും വീക്ക്നെസ് ആകും. ഇതാണ് നിലനിർത്തേണ്ട ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് ഇതാണ് വരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ റെസിസ്റ്റൻസ് ഏരിയയിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഏതൊരു ലെവലിൽ നിന്നാണ് ഒരു ബൗൺസ് ചെയ്തതെന്ന് നോക്കുക. 43,850 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ടാണ്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇതൊരു ബൈ സെന്റിലാണ്. ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നമുക്ക് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നതാണ്, ഈ ഒരു ലെവലിൽ നിന്ന് ഫാൾസ് മൊമെന്റത്തിന് സാധ്യത കൂടുതലാണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യും. പക്ഷെ ബൈക്ക് ഇമ്പോർട്ടൻസ് നൽകണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ വെറുതെ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയായിരിക്കും അത് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനുശേഷം അതിന് 44,200 ഹയർ ലെവൽ റെസിസ്റ്റൻസ് നൽകിയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്കും ബൗൺസ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്തു 44,200. ഇത് ഈ ഒരു ക്യാൻഡിൽമേ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് റൈറ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, ഇത് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു റിവാർഡ് കിട്ടും. മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ വലിയൊരു മൂവ്മെന്റുകളും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ, ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, അതനുസരിച്ച് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു മൂവ്മെന്റ് പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം കിട്ടുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ കൃത്യമായിട്ട് റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 44,444 44,444 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 44,565 കൂടി മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഈ ഒരു ലെവലും കൂടി മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കും. ഇതിൻ്റെ ഒരു മുകളിലേക്ക് ഓപ്പൺ ചെയ്താലും ഇതിൻ്റെ ഒരു മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് ഒരു ബൈര ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഹയർ ലെവലിലേക്കും റെസിസ്റ്റൻസുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്ന 44,700 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണെന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചിരുന്ന ലെവലാണ്. ആ ലെവലിൽ നിന്നാണ് വലിയൊരു ഫാള് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 44,700 അപ്പോൾ 44,700 നമ്മൾ സ്ട്രോങ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഫാള് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മളത് പറഞ്ഞിരുന്നതാണ് ആ റെസിസ്റ്റൻസ് ലെവലുകൾ. അതായത് നമ്മളൊരു ഫാള് വന്നതിന് ശേഷമല്ല പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇതേ വലിയൊരു മൂവ്മെന്റ് വരാൻ പോകുന്നതിനെക്കാട്ടി മുൻപ് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ 565 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു മൂവ്മെന്റ് ആയാലും അടുത്ത റെസിസ്റ്റൻസ് 44,700 വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. 700 താഴെയാണെങ്കിൽ 700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. 44,565 ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്ത് 44,444 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സപ്പോർട്ട് ഉണ്ട്, 44,285 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ലോവർ ലെവല് 44,140 സപ്പോർട്ടാണ്. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് ലെവല് വരുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക.
മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയൊരു ഷെയറുകളും കമ്പനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.